ഹലോ ഗൈസ്, ഇന്നത്തെ വൈകുന്നേരത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മലയിലോട്ടാണ് പോകുന്നത്. ഈ മല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുപ്പം കുന്നെന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ അവിടുത്തെ അറിയപ്പെടുന്ന ഒരു ആ, അമ്പലമാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് താഴത്തെ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് മാങ്ങ മേടിച്ചായിരുന്നു. അത് നമ്മളിവിടെ തന്നെ ഒരു കടയിൽ ഏൽപ്പിച്ചിട്ട് നമുക്ക് ആ റോഡ് വഴിയാണ് പോകാനുള്ളത്. അപ്പോൾ ഇവിടെ നിന്നെല്ലാം മേടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ യാത്രയായി. ചെറിയൊരു തേരിയാണ്, പിന്നെ ഈ മല ആയതുകൊണ്ട് കുഴപ്പമില്ല, ഏത് ബൈക്കായാലും കയറി പോവും, പറഞ്ഞതേ ഉള്ളൂ. അപ്പം കുറച്ച് കയറി ചില നേരത്ത് കട്ടർ, അത് കഴിഞ്ഞിട്ട് നേരെ ഒരു കയറ്റമുണ്ട്, കുത്തനുള്ളൊരു കയറ്റം വഴി നമ്മൾ നേരെ കയറി ഏറ്റവും ടോപ്പിലോട്ടാണ് പോകുന്നത്. ടോപ്പിലോട്ട് കയറി ചെല്ലുന്ന നേരത്ത് ഇതേപോലത്തെ നല്ലൊരു വ്യൂവും കാര്യങ്ങളും എല്ലാം കിട്ടുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ പതിയെ നടന്ന് നേരെ അമ്പലത്തിൻ്റെ അതുവഴി പോകുമ്പോഴേക്കും നമുക്ക് ഇതേപോലത്തെ ചിതറ മേഖല, അങ്ങനെ കൊച്ചാലമൂട് മേഖല, അങ്ങനെ നമുക്കെല്ലാം കാണാൻ പറ്റും. അപ്പോൾ അവിടെ നിന്ന് നേരെ നടന്ന് അമ്പലത്തിൻ്റെ അകത്തോട്ടാണ് പോകുന്നത്. അങ്ങനെ നേരെ അമ്പലത്തിലോട്ട് എത്തി. അപ്പോൾ ഇനി നമുക്ക് ഒരു ചരട് ജപിക്കണം, അപ്പൂപ്പന് മുറുക്കാൻ വെക്കണം, അതുപോലെ മദ്യവും അപ്പൂപ്പന് അവിടെ കൊടുക്കണം. അത് കഴിഞ്ഞ് നേരെ നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ നമുക്ക് എന്താണോ അടുത്ത് നടക്കാൻ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ പേപ്പറിൽ എഴുതി ഇവിടെ കെട്ടി ഇടുക എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും അതുപോലെ കെട്ടി ഇടുകയാണ്. അത് കഴിഞ്ഞ് പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് നേരെ അടുത്തൊരു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് വൈകുന്നേരവും രാവിലെയും ഞായറാഴ്ച കഞ്ഞിയും പയറും കിട്ടുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ കഞ്ഞിയും പയറും കഴിക്കാനായിട്ട് പോയി. അടിപൊളിയാണ്. അപ്പം നമ്മൾ മിക്കുള്ള ഞായറാഴ്ച വന്ന് കഴിക്കുന്നതാണ്. അപ്പോൾ ഇനിയെങ്കിലും വരാത്തവരൊന്ന് വരിക. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അമ്പലത്തിൽ നേദിച്ച നമ്മൾ വെച്ചു കൊടുത്തത് അതേപോലെ തിരിച്ച് കിട്ടിയിട്ടുണ്ട്. അതിന് നമ്മൾ വൈകുന്നേരം ഒരു 6, 6:30, 7 മണിയാകുമ്പോൾ നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു വ്യൂ ആണ് കിട്ടുന്നത്. അതിൻ്റെ മുകളിൽ നമ്മൾ ക്യാമറയ്ക്ക് ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ ഒരു തവണ പോലും വരാത്തവരാണെങ്കിൽ വരിക. കണ്ണങ്കോട്